അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു അതിന് എന്ത് വേണം, ഷെയ്ഖ് എന്നൊരു വാക്ക് പേരിൻ്റെ മുന്നിൽ കൊടുത്താലേ കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകൾ ശ്രദ്ധിക്കുള്ളൂ, പ്രത്യേകിച്ച് അറബികളും മറ്റവരൊക്കെ ശ്രദ്ധിക്കണം. ഷെയ്ഖ് എന്ന വാക്ക് കൂട്ടണം. അപ്പോൾ നിങ്ങളതിന് സമ്മതം തന്നാൽ ഞങ്ങൾ ആയിക്കോട്ടെ. ഖൈർ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ. അല്ലാതെ ഞാൻ തിജാനി ത്വരീഖത്തിലെ ഷെയ്ഖ് അല്ല, മുരീദ് ആണോന്നും അള്ളാഹു ആലം. കാരണം മുരീദാകാൻ മാത്രം പോലും ഞാൻ ഉണ്ടോ എനിക്കറിയാം. പിന്നെ അങ്ങനെ ഞങ്ങൾ ബയ്യത്തിരുന്നു. ഞാനിവിടെ ചൂലാണെങ്ങായി എന്നെ ഒരാൾ ഏൽപ്പിച്ചതാണ്, ഇത് കൊടുത്താളാന്ന്. അപ്പം ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ബയ്യത്ത് ചെയ്തവർക്ക് മുഴുവൻ ഞാൻ പറഞ്ഞു, ഷറഫാക്കപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കയ്യിൻ്റെ പകരക്കാരനായി തിജാനിയ മാർഗം നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരുന്നു എന്നല്ലാതെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയടാ. ശുദ്ധീകരണത്തിന് ഒരു തലത്തിലേക്ക് നീ ഉയരണം, അതാണ് ത്വരീഖത്ത്. ത്വരീഖത്തില്ലാതെ ശുദ്ധീകരിക്കപ്പെടൂലേ? പെടാം. പക്ഷേ അവിടെ രണ്ടാമതൊരു വഴി ഉണ്ടാകണം. ഒന്ന്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ നീ അവലംബിക്കണം. വലൂക്കാന ഉസ്താദക്ക്, അത് നിന്റെ ഉസ്താദായാലും മതി. അത്രയും ഒരു കേമപ്പെട്ട മുത്തഖയായ സ്വാലിഹായ ഒരു ഉസ്താദിനെ അവലംബിച്ച് നീ ശുദ്ധീകരിക്കപ്പെടാം. ത്വരീഖത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ദീനിൻ്റെ വളരെ അടിസ്ഥാനപരമായ രണ്ടാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവുമാണ് ത്വരീഖത്ത്. ദീന് എന്നാൽ മൂന്ന് കാര്യമാണ്. ഒന്ന് അൽ ഇസ്ലാമു, രണ്ട് അൽ ഈമാനു, മൂന്ന് അൽ ഇഹ്സാൻ. ഇസ്ലാം എന്നാൽ ലാഹിറിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇസ്ലാം. ഈമാൻ എന്നാൽ അത് നമ്മുടെ, അതായത് മറ്റുള്ള മതങ്ങളിൽ കാണുന്ന തിയോളജിക്കലി കാര്യങ്ങൾ എന്ന അർത്ഥത്തിലുമല്ല ഈമാൻ എന്ന് പറയുന്നത്. അതായത് മറ്റു മതങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, തിയോളജിക്കലി കാര്യങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. ക്രിസ്തു മതത്തിൽ തിയോളജിക്കലി കാര്യങ്ങളുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്, മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട് തിയോളജിക്കലി അവരുടെ വിശ്വാസ കാര്യങ്ങൾ. ഇസ്ലാമിലെ ഈമാൻ എന്ന് പറയുന്നത് കേവലം വിശ്വാസകാര്യം അല്ല. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മളെ മൂമിൻ എന്ന് പറയാൻ നമ്മൾ തയ്യാറാവില്ലല്ലോ. നിങ്ങൾ മനസ്സിലാവണില്ല പറഞ്ഞത്. നമ്മൾ മുഅ്മിനാകുന്ന വലിയൊരു കാര്യമാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കാര്യമാണ്. ഈമാൻ കാര്യം എന്ന 6 നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ മുഅ്മിനാണെന്ന് സ്വയം വിലയിരുത്തുമോ? പറയ്. ഇല്ല. അൻത മുഅ്മിനു, നിങ്ങൾ മുഅ്മിനാണോ? ആരോട് ചോദിച്ചു? സയ്യിദുനാ ഹസനുൽ ബസരി തങ്ങളോട് ചോദിച്ചു. കണ്ണിൻ്റെ ഇമ വെട്ടരുത് ഞാൻ ഈ പറയുന്ന പ്രസംഗം. ഷാറേ, കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഇത് കേൾക്കണം. ഇന്ന് അഹമ്മദ് തിജാൻ തങ്ങളുടെ ആണ്ടാണ്. അതോടനുബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഈ കൂടിയത്. സൂഫി ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കും. ഇതിനനുസരിച്ച് സൂഫി ക്ലാസ് മാറി വരും. അപ്പം നമ്മൾ വളരെ ഇത് ചിന്തിക്കണം. ഇത് നസീഹത്താണ്, സൂഫി ക്ലാസ് അല്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് സൂഫി ക്ലാസ് പിന്നെ തുടങ്ങും. അതായത് നിങ്ങൾ മുഅ്മിനാണോ എന്ന് ചോദിക്കുകയാണ് സയ്യിദു താബിഈന ഫിൽ ഇൽമായ ഹസനുൽ ബസരി തങ്ങളോട്. അപ്പോൾ മറുപടി പറയുന്നത്, ഇൻ കുൻത തുരീദു അന്നി ഉഅ്മിനു ബില്ലാഹി വബി കിതാബിഹി വബി റസൂലിഹി വബി മലായികതിഹി വബി കിതാബിഹി വബി റസൂലിഹി വബിൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വശഅൻ അന മുഅ്മിൻ വലാകിൻ ലാ അദ്രി അന മിനല്ലദീന ഖാതബഹും റബ്ബുഹും യാ അയ്യുഹല്ലദീന ആമനു. നിങ്ങൾ മുഅ്മിനാണോ എന്ന് ഒരാൾ ഹസൻ ബസരി തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഹസൻ ബസരി തങ്ങളുടെ മറുപടി,
ഈമാനിലെ 6 കാര്യം വിശ്വസിച്ച വ്യക്തി എന്ന അർത്ഥത്തിലാണോ നീ ചോദിച്ചത് എങ്കിൽ ഞാൻ ആ 6 കാര്യം വിശ്വസിച്ചവൻ തന്നെയാണ്. ആ നിലക്ക് ഭാഷാപരമായി എന്നെ എന്ത് പറയാം? മുഅ്മിൻ എന്ന് പറയാം. അല്ല, നീ ഉദ്ദേശിച്ചത് അന മിനല്ലദീന ഖാതബഹും റബ്ബുഹും യാ അയ്യുഹല്ലദീന ആമനു വ അന ലാ അദ്രി. അതല്ല നീ ഉദ്ദേശിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷറഫായി തഅലീമായി അല്ലാഹു തആല സംബോധന ചെയ്ത അവൻ്റെ ഇഷ്ട ഇബാദുണ്ടല്ലോ, അതാണല്ലോ മുഅ്മിനീങ്ങൾ ഖുർആനിൽ പറഞ്ഞ. ആ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് എനിക്കറിയൂല. എന്താ ഞാൻ എൻ്റെ അപ്പുറം പറയേണ്ടത്? അപ്പം ഇസ്ലാമിലെ നമ്മൾ പരിശുദ്ധ ദീനിലെ ഈമാൻ എന്ന കാര്യം കേവലം 6 കാര്യം വിശ്വസിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതോടുകൂടെ ഉണ്ടാകുന്ന തസ്ഫിയത്തുൽ ഖൽബ് കൂടി ഉദ്ദേശിക്കപ്പെടണം. അപ്പോഴാണ് മുഅ്മിൻ എന്ന അവസ്ഥയിലേക്ക് ഉയരുക. ലാഹിരി ശരിയാത്ത് നടപ്പിലാക്കിയത് കൊണ്ട്, ലാഹിരി ശരിയാത്ത് നടപ്പിലാക്കുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ എങ്കിൽ അവൻ മുസ്ലിമാണ് പ്രത്യക്ഷത്തിൽ. ഈമാൻ കാര്യം 6 കാര്യം വിശ്വസിക്കുന്നുണ്ടോ, ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ബാഹ്യതലത്തിലും അവൻ ആരാണ്? പറയും മുഅ്മിനാണ്. പക്ഷേ മുഅ്മിൻ എന്ന അള്ളാഹു ഉദ്ദേശ അർത്ഥത്തിലേക്ക് ഉയരണമെങ്കിൽ അതിൽ തസ്ഫിയത്തുൽ ഖൽബ് എന്ന കാര്യം കൂടി നടക്കണം. എന്താ തസ്ഫിയത്തുൽ ഖൽബ്? ഹൃദയശുദ്ധീകരണം. അതിനു വേണ്ടിയുള്ള വകുപ്പാണ് എന്ത്? ത്വരീഖത്ത്. ഇഹ്സാൻ എന്നാൽ കുഞ്ഞുമോനെ, ഇഹ്സാൻ എന്നാൽ ഒരു നിലക്കത് ടൂളാണ്, ഒരു നിലക്ക് അത് ഔട്ട്പുട്ടാണ്. രണ്ടു പറഞ്ഞുതരാം. അവിടെ മുനീർ ഇഹ്സാൻ എന്ന് പറഞ്ഞു, നല്ല മറുപടിയാണ്. പക്ഷേ ഇഹ്സാൻ എന്നത് ത്വരീഖത്ത് ഹൃദയത്തിൽ പതിയാനുള്ള ആയുധമാണ്. പതിഞ്ഞു കഴിഞ്ഞാലുള്ള നേട്ടവുമാണ്. അപ്പോൾ ഇഹ്സാനിനെ 2 നിലക്ക് കാണാം. അതിന് മുമ്പ് ഞാൻ തിരിച്ചൊന്നും കൂടി വരാം. സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 കാര്യമാണല്ലോ ചോദിച്ചത്. മൽ ഇസ്ലാമു വമൽ ഈമാനു വമൽ ഇഹ്സാൻ. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ: നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് ചെയ്യുക, സ്വതക്ക ചെയ്യുക, ഉമ്മാനെ പോറ്റുക, ബാപ്പാനെ പോറ്റുക, ഉസ്താദിനോട് അതോട് കൂടി പെരുമാറുക, നാട്ടുകാരോട് നല്ല നിൽക്കുക, അയൽവാസികളെ ദ്രോഹിക്കാതിരിക്കുക. മൻസലിം അൽ മുസ്ലിമൂന അൽ മുസ്ലിമു മൻസലിം അൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. ഇതിലൂടെ അവൻ ആരാവും? മുസ്ലിമാവും. ഇനി മൂമിനാകണം. മൂമിനിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന പ്രാഥമികം ഒരു അക്കാദമിക്കലി തലം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഉണ്ടാവില്ല. എന്ത്? 6 കാര്യങ്ങൾ വിശ്വസിക്കുക. പക്ഷെ അതുകൊണ്ട് മുഅ്മിൻ എന്ന് വിലയിരുത്താൻ പറ്റൂല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. ശുദ്ധീകരണം നടക്കണം. അപ്പം ഇനി ശുദ്ധീകരണത്തിന് ടൂളുമാണ്. എന്തും ശുദ്ധീകരണത്തിന് ടൂളുമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്, ശുദ്ധീകരണത്തിന് ടൂൾ വേണം. എന്ത് ശുദ്ധീകരണത്തിന് വേണം? ടൂള്. ഇപ്പം നമ്മുടെ മുറി ഒന്ന് അടിച്ചു വൃത്തിയാക്കാണ്, അതിന് ടൂളാണ് എന്ന് മാച്ചില് ചൂല് ഒരു ടൂളാണ്. പിന്നെ എന്താ പറയുക, മനസ്സിലായില്ല, തുടക്കുന്ന വടികൾ, സാധനങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ടൂളുകളാണ്. ശുദ്ധീകരണത്തിന് എപ്പോഴും എന്ത് വേണം? ഉറങ്ങിയിരിക്കരുത് കേട്ടാ. ഉറങ്ങുകയാണെങ്കിൽ ഞാനാ ഉറങ്ങണ്ട്. ഞാൻ മര്യാദയ്ക്ക് നല്ല ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഉറങ്ങരുത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. തമാശ അല്ല, ഇത് ഗൗരവമാണ്. ശുദ്ധീകരണത്തിന് ടൂള് വേണം. ശുദ്ധീകരണത്തിന് ഒരു തലത്തിലേക്ക് നീ ഉയരണം. അതാണ് ത്വരീഖത്ത്. ത്വരീഖത്തില്ലാതെ ശുദ്ധീകരിക്കപ്പെടൂലേ? പെടാം.
പക്ഷേ അവിടെ രണ്ടാമതൊരു വഴി ഉണ്ടാകണം. ഒന്ന്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ നീ അവലംബിക്കണം. വലൂക്കാന ഉസ്താദക്ക്, അത് നിന്റെ ഉസ്താദായാലും വേണ്ടില്ല. അത്രയും ഒരു കേമപ്പെട്ട മുത്തഖയായ സ്വാലിഹായ ഒരു ഉസ്താദിനെ അവലംബിച്ച് നീ ശുദ്ധീകരിക്കപ്പെടാം. അദ്ദേഹത്തെ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ പരക്കെ നമ്മളെ പഠിപ്പിച്ച, മദ്രസ പഠിപ്പിച്ച, സ്കൂളിൽ പഠിപ്പിച്ച, ദർസ് പഠിപ്പിച്ച ഉസ്താദുമാരെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങോട്ട് അവലംബിക്കുക എന്നുള്ളത് പൂർണ്ണമായി പറ്റൂല. എന്തുകൊണ്ട്? ആ ശുദ്ധീകരണം പലപ്പോഴും 90% അവരിൽ നടക്കൂല. അതുകൊണ്ട് അവരെ ദീൻ പഠിക്കുക എന്നതിലല്ല, ശുദ്ധീകരണത്തിന് അവരെ അവലംബമാക്കാൻ പറ്റൂല. അവരെ കുറ്റല്ല, എന്നാ കുറ്റാണേനും. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ത്വരീഖത്ത് എന്ന് പേരില്ലെങ്കിൽ പോലും പിന്നെ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികളെ അവലംബിച്ചാണ് ശുദ്ധീകരിച്ചു. അങ്ങനത്തെ ആളുകൾ എൻ്റെ കുട്ടിക്കാലത്ത് പോലും കണ്ടിട്ടുണ്ട്. അപ്പം അവിടുന്ന് മാറി ഇപ്പം പറ്റേ മാറി, ലോകം തന്നെ മാറി, കാലങ്ങൾ മാറി, രീതികൾ മാറി, എല്ലാം മാറി. അപ്പോൾ മദ്രസ പഠിപ്പിച്ച ഉസ്താദോ ദർസ് പഠിപ്പിച്ച ഉസ്താദോ നിന്റെ ശുദ്ധീകരണത്തിന് അവലംബമാകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റൂല എന്നല്ല, 1000-ൽ ഒരു ഉസ്താദ് അങ്ങനെ ഉണ്ടായേക്കാം, ഉണ്ടാകൂല എന്നല്ല, പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. മനസ്സിലായോ? പലപ്പോഴും നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. അത് ഉസ്താദുമാരെ കുറ്റമായി പറയല്ല, അത് ഇന്നത്തെ കാലത്തിലെ ദോഷം അങ്ങനെയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. മനസ്സിലാവുണ്ട്? അപ്പം അങ്ങനെ ഉസ്താദ് എന്നൊരു അവലംബം ഇന്നത്തെ കാലത്ത് നടക്കൂല. പിന്നെ നീ അവലംബിച്ചത് കൊണ്ടും കാര്യമല്ല. ഉദാഹരണം പറയാം, ഇപ്പം നീ ഒരാളെ നല്ല ആളാന്ന് വിചാരിച്ചാൽ അവലംബിച്ചാൽ പോരല്ലോ. 10, 25, 35 കൊല്ലം കഴിഞ്ഞിട്ട് ആ വ്യക്തി മോശമാണെന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ ആയുസ് നശിച്ചില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉസ്താദിനെ അവലംബിച്ച് അങ്ങനെ പോയി. ഉസ്താദ് വലിയ ആളാ, മാനം വിചാരിച്ച് അവലംബിച്ചവിടെ പോയി ഒരു ഉസ്താദിനെ, എൻ്റെ ദർസിലെ ഉസ്താദിനെ. ഈ ഉസ്താദ് ശരിയല്ല എന്ന് നിനക്കൊരു 35-30 കൊല്ലം കഴിഞ്ഞിട്ട് മനസ്സിലായാൽ നിൻ്റെ ആയുസ് ഇവിടെ നഷ്ടപ്പെട്ടല്ലോ. ഇയാൾ യഥാർത്ഥ മുർഷിദുമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തെ റയർ കേസ് ഉണ്ട്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് നേരിട്ട് ഒരു ഇർഷാദാണ് കൊടുക്കുക. ലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബ്ലു. ഇബ്രാഹിമിന് നാം നേരത്തെ റുഷ്ദ് കൊടുത്തു. അപ്പം അങ്ങനെ അല്ലാഹു തആല ഇന്നത്തെ ഒരു സമാനിൽ ഒരാൾക്ക് കൊടുത്തേക്കാം, കൊടുക്കൂല എന്നല്ല, പക്ഷെ അവിടെയും അതിൽ 10 ലക്ഷത്തിൽ ഒരാൾക്ക് കിട്ടിയെങ്കിലുണ്ട്, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നിലക്ക് നിർബന്ധം എന്ന് പറയാവുന്നതാണ് എന്ത്? ത്വരീഖത്ത്. ത്വരീഖത്തിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ത്വരീഖത്തിൽ ഒന്ന് ലോകം അംഗീകരിക്കുന്ന അതിപ്രധാനിയായ ഒരു മഹാനെ, ലോകം നൂറ്റാണ്ടുകളായി അംഗീകരിച്ചു വരുന്നൊരു മഹാനെ നീ അവലംബിക്കലാണ് അടിസ്ഥാനപരമായി ത്വരീഖത്ത്. ആ മഹാന് അത് മുസ്തഫ നബി വഴിയായി ലഭിച്ച സത്യവുമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിനിടയിൽ ചിലപ്പോൾ മധ്യവർത്തി ഉണ്ടായിട്ടില്ലെങ്കിലും അവിടെ ഒരാളുണ്ട്. ഇപ്പോൾ ചിഷ്ടിയത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യ രാജ്യത്ത് അവിടെ ഒരാളുണ്ട്. അതാരാ? അൽ മുറബിൽ ജലീലായ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. കുഴപ്പമില്ല, വലിയ മഹാനാണ്. അപ്പം ആ മഹാനെയാണ് അടിസ്ഥാനപരമായി ഈ വ്യക്തി അവലംബിക്കുന്നത്. ഈ വ്യക്തി അവലംബിക്കുന്നത് മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതിൽ ചിലപ്പോൾ നിനക്ക് ആളെ മാറ്റേണ്ടി എന്ന പ്രശ്നമില്ല.
അതിൽ ഒരാളെ, ആ ത്വരീക്കത്തിൽപ്പെട്ട ഒരാളെ നീ അവലംബിച്ച് വരുമ്പോൾ ഈ ആൾ അത്ര പോരാന്ന് മനസ്സിലാക്കി നീ അടുത്ത ആളിലേക്ക് പോകും. ഇപ്പം നിങ്ങളെ 10 ആളെ ഞാൻ ഓത്ത് പഠിപ്പിച്ചു, എന്നിട്ട് നിങ്ങൾ തമ്മിൽ പഠിച്ചോളി എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അടിസ്ഥാനമായി ഓതി തന്നു. ശ്രദ്ധിക്കണം. ഞാൻ അടിസ്ഥാനമായി നിങ്ങൾക്ക് ഓതി തന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ പഠിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പേരെന്താ? നിസാമുദ്ദീൻ. നിങ്ങളെ പേരെന്താ? ഷാഫി. അപ്പൊ ഷാഫി എന്ത് ചെയ്യാണ്? ഷാഫിയിൽ നിന്ന് നിസാമുദ്ദീൻ പഠിക്കുക. അപ്പം നിസാമുദ്ദീനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ത് മൂപ്പര് ഓത്ത് അത്ര ക്ലിയർ പോരാ, ഉസ്താദെന്ന് ശരിക്കും മൂപ്പര് പഠിച്ചിട്ടുണ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് നിസാമുദ്ദീൻ ഫൈസലിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഫൈസൽ ബെറ്റർ ദാൻ, ഇത് ഒറ്റ ക്ലാസ്സാണേനു. അത് കഴിച്ചപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിസാമുദ്ദീന് തോന്നി അസനാജിക്ക് ഒന്നുകൂടി ഉഷാറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ റായത്തായി നേരെ അസനാജിൻ്റെ അടുത്ത് പോയി. സമ്മതിച്ചാൽ നല്ലത്, സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പോകാം. ഇവിടെ ഉസ്താദ് ഞാനാണ് എന്ന് പറഞ്ഞതുപോലെ തിജാനിയ മാർഗത്തിൽ, ഖാദിരിയ മാർഗത്തിലെ ഉസ്താദ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയാണ്. റിഫായിയത്തിൽ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായിയാണ്. ബദവിയത്തിൽ അഹമ്മദുൽ ബദവിയ, ദസൂഖിയത്തിൽ ഇബ്രാഹിം ദസൂഖിയ, ഷാദുലിയത്തിൽ അബുൽ ഹസൻ ഷാദുലിയ. മനസ്സിലാവേണ്ട പറഞ്ഞത് തിജാനിയത്തിൽ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി. ഇനി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മാറിയാൽ അതിലൊന്നും തെറ്റില്ല, മാറണമെന്നല്ല, മാറിക്കോളൂന്നുമല്ല. പക്ഷേ അടിസ്ഥാന അവലംബം ഷെയ്ഖ് മുസല്ലമായ ഷെയ്ഖ്. അതാരാണ്? ഹിജ്റ 1150 ജനിച്ച് 1230 വഫാത്തായ ബഹുമാനപ്പെട്ട മഹാനായ അൽ ഖുത്ബുൽ മക്തൂം അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു മഹാനാണെന്ന കാര്യത്തിൽ അഹ്ലു സുന്നക്ക് തർക്കമില്ല. തർക്കം വഹാബികൾക്കാണ്. ആ വഹാബികൾ നെറ്റിൽ എഴുതിയിട്ടാണ് ഇവിടെ കുറച്ച് ആളുകൾ പറയുന്നത്. ഓലെ നമ്മൾക്ക് അവലംബിക്കും വേണ്ട. അവരെന്ന് പറഞ്ഞാൽ പൂച്ചനെ കെട്ടിയെന്ന് പറയും. തലയിൽ വാലുണ്ടാവും, തലയിൽ കെട്ടും, വാലും ഉണ്ടാവും, പക്ഷേ അതിന് പൂച്ചനെ കെട്ടിയെന്ന് പറയും. എന്താണ് ഈ പൂച്ചനെ കെട്ടിയെന്ന് അറിയാം? എൻ്റെ ബാപ്പാൻ്റെ ഒരു മദ്ഹബാണ് പൂച്ചനെ കെട്ടി. അതായത് പുല്ലൂട്ടിയിൽ കൊണ്ടുപോയിട്ട് പൂച്ചനെ കെട്ടുക. പൂച്ച പുല്ലോട്ട് തിന്നൂല്ല, പയ്യനെ പുല്ലെന്നാനോട്ട് നമ്മേക്കൂല. അങ്ങനത്തെ കുറച്ച് ബാലം തലയിൽ കെട്ടിയവരുണ്ട്. ഓല നമ്മൾക്ക് നന്നാക്കാൻ കഴിയൂല. ഒരു പൂച്ചനെ കിട്ടിയ ഒരു പുല്ലും തിന്നൂല്ല, എന്നാൽ ഒരാൾ പുല്ലും നിന്നോട്ട് അയക്കൂല. ഭാബികൾ അവിടെ ഇവിടെ എഴുതിയ കണ്ടം മുണ്ടം കൊണ്ടത് കിട്ടാവും. അതിൽ പലരും പെട്ടുപോകും. ഒരു പെടലാണ്. ഇപ്പോൾ അള്ളാഹ് ക്ലാസ് 338 ക്ലാസ് കഴിഞ്ഞു. നിർത്തിയോലുണ്ടാവും. എന്തേ നിർത്തി? മൂപ്പര് ലീഗിനെതിരാണ്. അപ്പം നിർത്തി. ആ ലീഗിനെതിരൊന്നുമല്ല, മൂപ്പര് കോൺഗ്രസ്സിനെതിരാണ്. മൂപ്പരിപ്പോൾ BJP ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയും കുറച്ചാൾ അങ്ങനെ തോന്നുക, നിർത്തി. ആയിക്കോട്ടെ, എൻ്റെ നഷ്ടമാണ്, എനിക്കൊന്നുമില്ല. ഞാൻ എന്നെ കണ്ട് പഠിക്കല്ലോ, ജിന്നെ കണ്ട് പഠിക്കല്ലോ. എനിക്കെന്താ നഷ്ടം? എനിക്കൽ നഷ്ടം എന്താണ്? എനിക്കൊരു നഷ്ടമില്ല, എനക്കാ നഷ്ടം. എൻ്റെ ഉസ്താദിന് മനസ്സിലാക്കണത് ശരിയായി മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നഷ്ടക്കാരനാടാ കുട്ടി, ഭൂലോക നഷ്ടക്കാരൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. അപ്പം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അഹമ്മദ് തിജാനി തങ്ങളെ പറ്റിയാ പറഞ്ഞത്. അവരാണ് ഇവിടുത്തെ അടിസ്ഥാന ഉസ്താദ്. പിന്നെ സൗകര്യത്തിനനുസരിച്ച് അവരിൽ നിന്ന് കിട്ടിയവരിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് വന്ന് സ്വീകരിച്ചു. ഞാൻ അഹമ്മദ് തിജാനി തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ആ ത്വരീഖത്തിൽ അംഗമായിട്ടുണ്ട്. ആരിൽ നിന്ന് വാങ്ങി? ഇന്നാലിന്ന ഷെയ്ഖിൽ നിന്ന് വാങ്ങി. മനസ്സിലാണ്ട് പറഞ്ഞത്. പല ഷെയ്ഖിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഷെയ്ഖ് ഇസ്ലാം ഇബ്രാഹിം സാലിൽ ഹുസൈൻ തങ്ങളാണ്. മനസ്സിലായില്ലേ? അതേസമയത്ത് എനിക്ക് എനിക്കൊരു കമ്മി കണ്ടാൽ നിങ്ങളെ മുറബി ഞാനല്ല. നിങ്ങൾ കൃത്യമായി അമൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുറബി ആരാണ്? ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളാണ്. ഞാൻ ടൂളാണ്. അതിനവിടെ ടൂളിനെ കൊണ്ടുവന്ന് ഒരു ടൂള്
ആരെങ്കിലും കയ്യിൽ നിന്ന്, ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ ഇതിന് വാങ്ങണ്ടേ? അതാണ് ഞാൻ. അതിനൊരു വില ഉണ്ടേനും ഇല്ലേ? അതിന് വില ഉണ്ടോ? ഇല്ലേ? വില ഉണ്ടല്ലോ. അതിന് വില ഇല്ലാതെ ടൂളിനും വില ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പം അടിക്കാട്ട് അടിച്ചു വാരിയ ചൂലാണെങ്കിൽ പോലും അത് നിങ്ങൾ ബീഡി കുറ്റി കത്തിച്ചിട്ട് നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ മുടിച്ച് കളയണ മാതിരി കളയോ? അതിനെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മൂലൊക്കെ കൊണ്ടേക്കൂലേ? അതിനോട് കാണിക്കേണ്ട ഒരു ഇക്രാമാണത്. അതില്ലെങ്കിൽ അടുത്ത നേരത്തെ നമുക്ക് ശുദ്ധീകരണം നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇവിടെ അടിസ്ഥാനമായി നിങ്ങൾ ചെയ്യേണ്ട പണി വൃത്തിയായി ചെയ്താൽ നിങ്ങളുടെ മുറബ്ബി ആരാണ്? പറയാം, നിങ്ങളുടെ മുറബ്ബി ആരാണ്? അഹമ്മദ് ജാൻ തങ്ങളാണ്. ഞാൻ നിങ്ങളൊരു ടൂളാണ്. എൻ്റെ മേലെ ഒരു ഷെയ്ഖ് ഉണ്ട്, അത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈൻ തങ്ങളാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്? അതൊരു വഴി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി, എന്ത് തോന്നി? ഇന്നാലിന്ന ആളടുത്തിൽ നിന്ന് ഒന്നും കൂടി ഉഷാറായി കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു, ഇനി പറഞ്ഞില്ല, വിഷയമില്ല, നിങ്ങൾ അയാളിലേക്ക് മാറുക. എന്നാലും മനസ്സിലാവേണ്ട പറഞ്ഞത്, ഒരു വീട്ടിൽ 10 ചൂലുണ്ടാവും, ഒരു വീട്ടിൽ 10 കൈക്കോട്ടുണ്ടാവും, ഒരു വീട്ടിൽ 8 മടാള് വെട്ടെത്തി ഉണ്ടാവും, ഒരു വീട്ടിലൊരു 5-8 ചെറുകത്തി ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. തെറ്റൊന്നുമില്ല. മാറണമെന്ന് പറയല്ല, നിക്കൽ നിർബന്ധമില്ല എന്ന് പറയണം. തിരിഞ്ഞിട്ടില്ല. എൻ്റെ ആളെ മറ്റോൻ വന്ന് കൊണ്ടേയി, എൻ്റെ ആളെ മറ്റോൻ വന്ന് കൊണ്ടേയി എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രശ്നം പെടില്ല. അതിൻ്റെ ആളാണെന്ന് വിചാരിച്ചതാണ്, എൻ്റെ ആളല്ല. എനിക്കോട്ട് ആളുമില്ല, ഞാൻ തന്നെ ആളാണ്. ഞാൻ തന്നെ ചോറ് കിട്ടിയവനല്ല, ചോറ് തിന്ന ഇല നക്കിയ ആളാണ്. ഞാൻ അടിക്കിറങ്ങി പളിയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല ഒരാൾ വേറെ തോന്നിയാൽ എനിക്ക് ലാഭമൊന്നുമില്ലല്ലോ, നിങ്ങൾ മാറി നിൽക്കണ്ട. പക്ഷെ അത് നിങ്ങൾ യക്കീനാക്കണം. എന്ത്? അതാണ് ഒന്നും കൂടി നല്ലത്. മാറാ, പ്രശ്നമൊന്നുമില്ല. അതിന് ഞാൻ കരയേണ്ട ആവശ്യമില്ല, അയാൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. അയാൾ സന്തോഷിക്കണ്ട. എനിക്ക് ആളെ കിട്ടിയാലോ, സന്തോഷിക്കണ്ട. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിനും നാശമില്ല. വേറെ 10 ആൾ ഇന്ത്യ എന്നാൽ പോയാണ്ട് ഇപ്പം ഫൈസലാണ് അടുത്ത മുഖദ്ദം, ഓൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഫൈസല് അടുത്താക്ക് ഫോൺ ചെയ്ത്, കാസിമിൻ്റെ 10 ആൾ ഇപ്പം ഇവിടെ വന്ന് ബയ്യത്ത് ചെയ്ത്. അങ്ങനെ പറയണ്ട. അതിൻ്റെ അടുത്തും പോവും. ഓല് ഇന്ത്യ ആളല്ല, എൻ്റെ ആളല്ല, ഒരാളാണ്, അഹമ്മദ് ജാൻ തങ്ങളാളാണ്. അത്ര ആകേണ്ടതുള്ളൂ. ഒരാൾ എൻ്റെ അടുത്തിൽ വന്ന് ബയ്യത്ത് ചെയ്തുകൊണ്ട് ഇതൊരു ടൂളാണ്. ചില ആളുകൾ പറയും, ഇപ്പോൾ കാസിമി എല്ലാവർക്കും ബയ്യത്ത് ചെയ്ത് കൊടുക്കാത്രേ, മൂപ്പരിപ്പോൾ വലിയ സഹിക്കാത്രേ, ഔലിയത്രേ. അപ്പോഴാണ് ഇവിടെ കുറച്ച് എന്താ പറയുക, നമ്മളെ കുറച്ച് സായികളായ ആളുകൾ ഷെയ്ഖ് റഹ്മത്തുള്ളാന്ന് എന്നെപ്പറ്റി ഷെയ്ഖ് എന്നുള്ള വാക്ക് എന്നെ മുന്നിൽ കിട്ടും. കണ്ടപ്പോൾ തന്നെ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു, എന്തൊക്കെ പിത്തനെ ഉണ്ടാകുക ആവോ. ഞാൻ പറഞ്ഞു, ജയിൽ ബേജാറുണ്ട, ഞാൻ ഇട്ടതല്ല. അത് ഇടാൻ എന്നോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം? സമ്മതം ചോദിച്ചു, ഒരു സമ്മതം ചോദിച്ചു. എന്തിന്? ഉസ്താദേ, ഈ പുസ്തകങ്ങളും ഈ പ്രഭാഷണങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിന് കിട്ടണം. അത് സത്യവുമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പുറത്തു പോയ ചില വിവരങ്ങൾ, ആ വിവരങ്ങൾ ലോകത്ത് ഒരിടത്ത് തപ്പിയാലും കിട്ടാൻ സാധ്യത കുറവാണ്. ഇല്ല എന്ന് പറയൽ തെറ്റാണ്, പക്ഷെ സാധ്യത കുറവാണ്. നിങ്ങൾ ഈ ഭൂലോകം ആകെ ചുറ്റി നടന്നാലും തിരുദൂതർ നിയോഗം എന്ന എൻ്റെ പുസ്തകത്തിനെ പോലെ ഒരു പുസ്തകം ലോകത്തൊരു ഭാഷയിലും കണ്ടെടുക്കാൻ സാധ്യമില്ല, സാധ്യത കുറവാണ്, അങ്ങനെ പറയാം. അതുകൊണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അത് അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും കൊണ്ടുവരാൻ. അപ്പോൾ ഒരു സംഘം ആളുകൾ എന്നോട് വന്ന്, അത് സത്യമാണ്, നിങ്ങളത് പഠിക്കണം. ചെറിയ പഠിപ്പ് പഠിച്ചാൽ പോലെ തിരുദൂതർ നിയോഗം
നിന്ന് ഇരുന്നും രാവും പകലിരുന്ന് പഠിക്കണം. ഒരു വട്ടം രണ്ടോട്ടം പഠിച്ചാൽ വരാത്തോ ഭാരമായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പഠിച്ചവർക്ക് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ ആ ബിഇസത്തിനെ ആധുനിക കാലത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ കഴിയുള്ളൂ. അത്രയും പ്രധാനമാണ് പുസ്തകം. അതൊരു തൗഫീഖാണ്. ഞാൻ വലിപ്പത്തരം പറയല്ല, തൗഫീഖാണ്. അള്ളാഹു തആല അതിൻ്റെ പേരിൽ എൻ്റെ സായികളങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ നാളെ രക്ഷപ്പെടുത്തട്ടെ. അതിൽ അതിപ്രധാനപ്പെട്ട പുസ്തകം ലോകത്തൊരു ഭാഷയിലും ആ പുസ്തകത്തിന് സമാനമായ പുസ്തകം ഉണ്ടാകാൻ സാധ്യതയില്ല. ലോകത്തൊരു ഭാഷയിലും ഉണ്ടാകാൻ സാധ്യതയില്ല. ശ്രദ്ധിക്കണം. അപ്പം ഇത് അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനായിക്കോട്ടെ എന്ന്. അപ്പോൾ ഓരിനോട് പറഞ്ഞു അതിന് എന്ത് വേണം, ഷെയ്ഖ് എന്നൊരു വാക്ക് പേരിൻ്റെ മുന്നിൽ കൊടുത്താലേ കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. പ്രത്യേകിച്ച് അറബികളും മറ്റവരൊക്കെ ശ്രദ്ധിക്കണം. ഷെയ്ഖ് എന്ന വാക്ക് കൂട്ടണം. അപ്പോൾ നിങ്ങളതിന് സമ്മതം തന്നാൽ ഞങ്ങൾ ആയിക്കോട്ടെ, ഒരു ഖൈറ് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ. അല്ലാതെ ഞാൻ തിജാനി ത്വരീഖത്തിലെ ഷെയ്ഖ് അല്ല, മുരീദ് ആണോന്നും അല്ലാഹു അഅലം. കാരണം മുരീദാകാൻ മാത്രം പോലും ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ബയ്യത്ത് ചെയ്തു. ഞാനിവിടെ ചൂലാണെങ്ങായി എന്നെ ഒരാൾ ഏൽപ്പിച്ചതാണ് ഇത് കൊടുത്താളാന്ന്. അപ്പം ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ബയ്യത്ത് ചെയ്തവർക്ക് മുഴുവനും ഞാൻ പറഞ്ഞു, ഷറഫാക്കപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കയ്യിൻ്റെ പകരക്കാരനായി തിജാനിയ മാർഗം നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരുന്നു എന്നല്ലാതെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയടാ. പറയൂല. എന്തുകൊണ്ട്? അതിനൊന്നും ഞാൻ ആളല്ല, അതിനൊന്നും ഞാനില്ല. ഞാൻ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങളുടെ കയ്യിൻ്റെ പകരക്കാരൻ മാത്രമാണ്. ഇന്നെപ്പോലെ 10,000 കൈ അവർക്കുണ്ട്. ഏത് സെക്കൻഡിൽ അവർക്ക് ആ കൈ പിൻവലിക്കും ചെയ്യും. ഇന്ന് വരെ നിർത്തിക്കളാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നിർത്തും. അത് പറഞ്ഞാൽ മനസ്സിലായോ? ചിന്തിക്കണം. വേറെയും മശായിഖന്മാരിൽ ഞാൻ തിജാനിയത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതും പറയുക, ഞാൻ അവരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്, മറ്റു ചില മശായിഖന്മാരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ എൻ്റെ പ്രധാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങളാണ്. നിലവിൽ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. അവർ ലോകത്തൊരു അത്യപൂർവമായ വ്യക്തിയാണ്. അവർ ഷെയ്ഖ് എന്ന് പറയാൻ മാത്രമേ ഉള്ളാണ്. ഷിർഖൻ ഓർബൻ ഇനി പറന്ന് നടന്നാലും അവരെപ്പോലെ ഒരു ആലിമിനെ ഇന്ന് ലോകത്ത് കണ്ടെടുക്കുക പ്രയാസമാണ്. അത്രയും വലിയ മഹാനാണ് അവർക്ക്, യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് കണ്ണും കാതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഞാൻ മനസ്സിലായില്ല. അപ്പം ഞാനിതിൻ്റെ ആരല്ല, പറ ആരല്ല, ഷേഖല്ല. പിന്നെ ഞാനാരാ? മുഖദ്ദം. എന്താണ് ഈ മുഖദ്ദം എന്ന വാക്കിൻ്റെ അർത്ഥം? മുന്തിക്കപ്പെട്ട ഒരു സാധനം, ഒരു മുന്തിക്കപ്പെട്ട സാധനം. മുന്തിച്ചാണ് വന്നു. ഒരു മുന്തിച്ച് വെച്ചു, ഒരു മുന്തിക്കപ്പെട്ടു. ഉദാഹരണം പറയാം, പറഞ്ഞേട്ടാ. ഉദാഹരണം പറയാം. ഉള്ളിൽ ഒരു കാല് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ബസ്സിൻ്റെ കമ്പിമ തൂങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് യാത്ര ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ട്രെയിനുമ വരെ ചെയ്യും. പ്ലാറ്റ്ഫോം വരുമ്പോൾ കാലുകൾ പൊന്നിച്ചു പിടിക്കും. അയിമ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? അത് ട്രെയിനിൽ നിന്ന് മുന്തിക്കപ്പെട്ടൊരു സാധനം, മുഖദ്ദമ. അൽ ഹദീദുൽ മുഖദ്ദം ഫിൽ ഖിതാരി. മനസ്സിലായില്ല? തീവണ്ടിയിൽ മുഖദ്ദമായ ഒരു ഇരുമ്പിന്റെ വടിയാണ് ഈ കമ്പി, ജനൽ കമ്പി. അതിമ അങ്ങനെ പിടിച്ചാലും ആയി. മനസ്സിലായില്ല? ഉള്ളിലുള്ളവരെല്ലാം കോഴിക്കോട്ട് നിന്ന് ബോംബേക്ക് പുറപ്പെട്ട തീവണ്ടി ഉള്ളിലുള്ളവർ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കമ്പിമ്മ തൂങ്ങിയോൽ എത്തിയത്. അങ്ങനെ ഉണ്ടാവുമോ? പറയട ചങ്ങായി, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതായത് ഉള്ളിലുള്ളവർ എത്തണ അതേ നേരത്ത് ആരും എത്തും, കമ്പിമ്മ തൂങ്ങിയവരും എത്തും. അതാണ് മുഖദ്ദമ്മ തൂങ്ങല്.
ഉള്ളിക്ക് കയറി അതിനുള്ള സുഖം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിക്ക് കയറാൻ മാത്രം ആകണം. അവർക്ക് ഉള്ളു കയറിയ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് എനിക്ക് ഉള്ളുണ്ടാവും. ഉള്ളില്ല എന്നറിയണ്ട. അങ്ങനെയല്ലേ? അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 10 എന്ന് കണ്ടാൽ മനസ്സിലായില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 10. അപ്പോൾ പേ അടക്കമില്ലാത്തവരൊക്കെ നേരത്തെ തന്നെ കൊണ്ടു നടക്കും. പക്ഷേ അവർ ക്യൂവിൽ നിന്ന് കുടുങ്ങും. പേ ഉണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവും? ക്യൂ ഉണ്ടാവും, വെയിലെത്തിക്കേണ്ടി വരും. അതേ സമയത്ത് 10-ാം തീയതി കഴിഞ്ഞാലും ആ പൈസ അടക്കാം. അപേക്ഷ അവിടെ പൈസ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ എന്ത് കൊടുക്കണം? അപ്പം എനിക്കൊരു സുഖം ഉണ്ടാവും. എന്ത്? ക്യൂവിൽ നിൽക്കണ്ട. ചെന്ന് നോക്കുമ്പോൾ ഓഫീസർ മാത്രമേ ഉള്ളൂ. ചെന്നു, സാറേ ഇന്നലെ അല്ലേ വരണ്ട? ഇന്നലെ വരാൻ കഴിഞ്ഞ അപ്പോൾ ഈ 1000 റുപ്യേന് പേഴുണ്ട്. ആയിക്കോട്ടെ സാറേ. കൊയലിൻ്റെ അടി കൂടി പൈസ അങ്ങനെ വരുന്നതുകൊണ്ട് കൊടുക്കണതിന് വേണ്ടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവനൊരു ആനുകൂല്യമുണ്ട്. ഇന്നലത്തോനും ആനുകൂല്യമുണ്ട്. ഇന്നലത്തോൻ്റെ ആനുകൂല്യം എന്താണ്? പേ വേണ്ട. ഇന്നത്തോൻ്റെ ആനുകൂല്യം എന്താണ്? വെയിലുള്ളണ്ട. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ വാതിൽ അടച്ചു പറഞ്ഞാലും അടച്ചു എന്ന് വിചാരിക്കണ്ട, അതിൻ്റെ അപ്പുറത്തും വാതിലുണ്ടാകും, ഉറപ്പ്. അപ്പൊ ഈ ശൈഖിന് അപ്പുറത്തും ചിലപ്പോൾ ഉണ്ടാകാം. ഉണ്ട് എന്നല്ല, ഉണ്ടാകാം. പക്ഷെ വലിയ ശൈഖിൻ്റെ അപ്പുറം ഒരാളുണ്ടാവില്ല. അതാരാ? അഹമ്മദിയാണ്ട. അതാണ് തിജാനിയത്ത്. എല്ലാം അത് ത്വരീഖത്തും അങ്ങനെയാണ്.